എന്താണ് എൻ്റെ കൊച്ചു കേരളം? ഇത് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഇത് ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കേരളത്തിലെ ഏകദേശം മൊത്തം കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ 14 ജില്ലകളെക്കുറിച്ചുണ്ട്. ജില്ലകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട നദികൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ജില്ലയിലെയും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഏകദേശം 100 പേജുകളോളം വരും. ഇത് 6 മാസത്തെ അധ്വാനമാണ്. പിന്നെ കയ്യെഴുത്ത് പ്രതിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കയ്യെഴുത്ത് പ്രതിയാണ്. അതുകൊണ്ട് ചിത്രങ്ങളെല്ലാം കൂടുതൽ, അവർക്ക് ചിത്രവായനയാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളിൽ കൂടിയാണ് കൂടുതലും ഇത് നമ്മൾ എല്ലാ പറയാൻ ശ്രമിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേരളത്തെക്കുറിച്ചൊരു കേരളത്തിൻ്റെ വിസ്തീർണം, ഭാഷ, ജനസംഖ്യ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ജില്ലയുടെ പേര്, അതിൻ്റെ ആസ്ഥാനം, ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ട് ഓരോ ജില്ലകളുടെയും സ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ജില്ലയും കേരളത്തിൽ രൂപീകരിച്ച വർഷവും ദിവസവുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഭാഷയെ പറ്റിയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മലയാളം, ഭാഷാ പ്രതിജ്ഞ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സാംസ്കാരിക ഗാനത്തിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ. പിന്നെ നമ്മുടെ നാട്, ഔദ്യോഗിക ചിഹ്നങ്ങളാണ് കേരളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ ഉൾപ്പെടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചിത്രങ്ങൾ ഉൾപ്പെടെ കൊടുത്തേക്കുന്നത്. അത് ഇവിടെയും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൻ്റെ എഴുത്തുകാരെ കുറിച്ചാണ്. എഴുത്തുകാരുടെ എല്ലാം ചിത്രങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരെ പറ്റിയും ഇതിനകത്ത് അവരുടെ ചിത്രങ്ങളും അവരുടെ പേരുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊല്ലവർഷം, നമ്മുടെ മലയാള മാസമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മലയാള മാസമൊന്നും അറിയത്തില്ലല്ലോ, ചിങ്ങം കഞ്ഞി എന്നൊന്നും പറഞ്ഞാൽ അവർക്കറിയത്തില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ ഓണത്തിനെ കുറിച്ചൊരു ചെറിയ അറിവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓണത്തിൻ്റെ തിരുവാതിര കളി, പുലിക്കളി, അങ്ങനെ ഓണത്തിനെ കുറിച്ചുള്ളൊരു ചിത്രമാണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു ബുക്ക് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താ? ഞാൻ കുറേ കാലം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇങ്ങനൊരു ബുക്ക് ചെയ്യണമെന്ന്. പക്ഷേ അതിന് സമയം എടുക്കത്തില്ല. അപ്പോൾ കിട്ടിയ അറിവുകളെല്ലാം ഞാനൊരു ചെറിയ ഡയറിക്കകത്ത് ഇങ്ങനെ കുറിച്ചിട്ടിട്ട് പിന്നെ അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കിയത്. 6 മാസം എടുത്ത് എല്ലാം കൂടെ ഇങ്ങനെ രേഖകൾ ശേഖരിക്കുന്ന തൊട്ട് ഈ പുസ്തകം ചെയ്തെടുക്കുന്നിടം വരെ 6 മാസം എടുത്തു. പിന്നെ ഇത് കലാരൂപങ്ങളാണ്, പണ്ടത്തെ കലാരൂപങ്ങളാണ്, നമ്മുടെ നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലാരൂപങ്ങൾ. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ മാർഗംകളി, പൂരംകളി, വേലകളി, ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ. ഇപ്പം പിന്നെ എല്ലാം ആയി വരുന്നുണ്ട്. ഇതെല്ലാം അതിനെക്കുറിച്ചാണ് ഈ പേജുകൾ. പിന്നെ ഇത് കേരളത്തിൻ്റെ ജലവിഭവങ്ങളാണ്, തടാകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്, പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ കായലുകളെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ദേശീയ ഉദ്യാനത്തെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിത്രങ്ങളും വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കേരളത്തിൻ്റെ ഗതാഗതം, ഇതാണ് കൊടുത്തിരിക്കുന്നത്. റോഡ് ഗതാഗതം, ഏതൊക്കെ ഗതാഗതമാണ് കേരളത്തിലൂടെ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇത് കേരളത്തിൻ്റെ സർവകലാശാലകളെക്കുറിച്ചാണ്. പ്രധാന സർവകലാശാലകളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൽപ്പിത സർവകലാശാലകളെക്കുറിച്ചാണ്.
ഇത് കേരളത്തിലെ പ്രധാന പത്രങ്ങളെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ പത്രങ്ങളുണ്ട്. പിന്നെ ഇവിടം തൊട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓരോ ജില്ലകളെക്കുറിച്ചാണ്. കാസർഗോഡ് തൊട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ചെറിയ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാസർഗോഡ് ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ജില്ല രൂപീകൃതമായ വർഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതിർത്തികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാന സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. പിന്നെ അങ്ങനെ 14 ജില്ലകളുടെയും എല്ലാ വിവരങ്ങളും. ഇത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണിത്. അവിടുത്തെ ഈ കൃഷി ചെയ്യുന്ന ഓരോ ജില്ലയ്ക്കും ഓരോ കാർഷിക വിളകളില്ലേ, അതിനെക്കുറിച്ചും അതിൻ്റെ പടങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വയനാട് ജില്ലയെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വയനാട് ജില്ലയാകുമ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച്, അവിടെ കൂടുതലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അല്ലേ, അതിനെക്കുറിച്ച് അതിൻ്റെ പടങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ്. ജില്ലയുടെ മാപ്പും ജില്ല രൂപീകൃതമായ വർഷവും അവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ബാക്കി ഓരോ ജില്ലയുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, വ്യവസായങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മലപ്പുറം. അങ്ങനെ നമ്മുടെ 14 ജില്ലകളിലെയും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ജില്ല രൂപീകൃതമായ വർഷം മുതൽ ഓരോ ജില്ലയുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ KK നായർ സാറിൻ്റെ പടം ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഈ പുസ്തകത്തിനകത്ത്. ഇതിന് ശേഷം നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയും ഇന്നലെയല്ലേ അധികാരത്തിൽ ഏറിയത്, അതുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയുടെ ഇല്ല. അതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ എല്ലാം ഉണ്ട്. എന്ന് തൊട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റു, എത്ര ദിവസം ഓരോ മുഖ്യമന്ത്രിമാരും ഇരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1957 മുതൽ പിണറായി സർക്കാരിൻ്റെ കാലം വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പേസ് ഉണ്ട്, നമുക്ക് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയുടെ പേരോട് കൊടുക്കാൻ ഇച്ചിരി സ്പേസ് ഉണ്ട്. ഒരു ഫോട്ടോയും നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങളും അവരുടെ കാര്യങ്ങളുമാണ്. അവരെന്ത് ഇടപെടലുകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് ചെറിയ രീതിയിൽ ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും കൊണ്ട് ഇത് അവസാനിച്ചു. ഇനി എന്താണ് ലക്ഷ്യം? ഈ ബുക്കിന്റെ ലെങ്ത് കൂടുമോ? ബുക്കിന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ ഇനി ഭയങ്കര പാടാണ്. എന്നാന്ന് വെച്ചാൽ ഇത് ബൈൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി. ഇത്രയും പേജുകൾ ഭയങ്കര കട്ടിയായത് കാരണം ഞാൻ കുഞ്ഞുങ്ങൾ എപ്പോഴെപ്പോഴും ഇത് മറിച്ച് ഈ പേജുകൾ അഴുക്കാണ്ടല്ലോ എന്ന് കരുതിയാണ് ഇച്ചിരി കട്ടിയുള്ള പേജ് ഇട്ട് ഇത് ചെയ്തത്. അപ്പം ഞാൻ പോകുന്ന 2 സ്കൂളുകളിലും പിന്നെ കോഴഞ്ചേരി സ്കൂളിലായിരുന്നു, ഇതിൻ്റെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ഇതിൻ്റെ പ്രകാശനം. അത് കഴിഞ്ഞ് എൻ്റെ 2 സ്കൂളിലെയും കുട്ടികളെ ഇത് കാണിച്ചു. എല്ലാവർക്കും ഇത് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നേരത്തെ ഇരുന്ന ഒരു മധുസൂദന സാറുണ്ട്, ഒരു HM. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് സ്കൂളിലെങ്ങും വെച്ച് ടീച്ചർ കളയരുത്, ഇത് ടീച്ചർ എവിടെയെങ്കിലും, ഇതൊരു കയ്യെഴുത്ത് പ്രതിയല്ലേ, അത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എവിടെയെങ്കിലും ഇത് കൊണ്ട് എത്തിക്കണം. നിയമസഭ വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കണം, അവിടുത്തെ ലൈബ്രറി വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. എത്ര വലിപ്പമുണ്ട് ഇതിന്റെ സൈസ് പറയും? സൈസ് എങ്ങനെയാ പറയുന്നത്, ഇത് ഭയങ്കര വെയിറ്റ് ആണ്, നമുക്കൊരാൾക്ക് തന്നെ ഇത് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ബുക്ക് വളരെ മനോഹരമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇത്രയും ഭീമനായ ഒരു ബുക്ക് അവർ കാണുന്നത് ഇത് കൊണ്ടു ചെല്ലുമ്പോഴാണ്. അപ്പോൾ അത് തന്നെ ഇവർക്കൊരു സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇനി പുതിയ പ്രൊജക്റ്റ് എന്താ? ഇതേപോലെ വല്ലതും ഉണ്ടോ? പുതിയ പ്രൊജക്റ്റ് അല്ല, ഞാനാണെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള മലയാളം
അടിസ്ഥാന പാഠാവലി 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്തായിരുന്നു. അത് കുട്ടികൾക്ക് ഭയങ്കര പ്രയോജനമായിരുന്നു അഡാപ്റ്റ് ചെയ്തത്. അത് മൊത്തം ചിത്രം വരച്ച് ചിത്രകഥാ രൂപത്തിലാണ് അഡാപ്റ്റ് ചെയ്തത്. പിന്നെ ഇപ്പം നമ്മൾ കേരള പാഠാവലി 10ാം ക്ലാസ്സിൽ അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ അത് ഇതുവരെ നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ ചിത്ര രീതിയിലല്ല ചെയ്തത്, AI-യുടെ സഹായത്തോടു കൂടി ചിത്രങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അത് എൻ്റെ കൈ കിടക്കുന്നേ ഉള്ളൂ. അത് അല്ലല്ല, അത് SCERTക്ക് വിട്ടിരിക്കുന്നേ ഉള്ളൂ. അവിടുത്തെ അനുവാദം കിട്ടാതെ നമുക്കത് കുട്ടികളിൽ എത്തിക്കാൻ പറ്റത്തില്ല. അത് കുട്ടികളിൽ എത്തിച്ചാൽ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടും എന്നെനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ അതിനു മുമ്പ് അടിസ്ഥാന പാഠാവലി ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു.